ഈസ്റ്റർ, പ്രത്യേകിച്ചും ഈ വർഷത്തെ ഈസ്റ്റർ നമുക്ക് നൽകുന്ന സന്ദേശം സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, പ്രത്യാശയുടേതാണ്. വളരെയേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ, യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പ്രത്യാശയുടെ സന്ദേശം തരികയാണ് ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് അപ്പുറം ഉയർപ്പ് ഞായറുണ്ടെന്നുള്ള ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ശാന്തിയുടെ സന്ദേശം. പ്രത്യാശയുടെ തീർത്ഥാടകരാകാനുള്ള ക്രിസ്തു ജയന്തി 2025 സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് പ്രത്യാശയുള്ളവരാകണമെന്ന്, അതിൻ്റെ തീർത്ഥാടകരാകണമെന്ന് ആഹ്വാനം ചെയ്തു. അതിൻ്റെ തുടർച്ചയായി ലിയോ 14 മാർപ്പാപ്പ പ്രത്യാശയുടെ മിഷണറിമാരാകാൻ ആഹ്വാനം ചെയ്തു. ഇത് ഈ വർഷം 2026 ഫ്രാൻസിസ് അസീസി വർഷമായി സഭ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശാന്തി ദൂതനാണ് രണ്ടാം ക്രിസ്തു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ശത്രുക്കളുടെ അടുത്തുപോലും ചെന്ന് അവരോട് സംസാരിച്ച് ശാന്തിക്കായി പരിശ്രമിച്ച മഹാവിശുദ്ധനാണ് ഫ്രാൻസിസ് അസീസി. ഇന്ന് കുരിശുകളുടെ പശ്ചാത്തലങ്ങൾ ധാരാളമാണ്. യുദ്ധത്തിൻ്റേത്, വെല്ലുവിളികളുടേത്, ഭാരതത്തിൽ പീഡനങ്ങളുടേത്, അങ്ങനെ ഒത്തിരി വെല്ലുവിളികൾ. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട്. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യരോട് പറഞ്ഞ വാക്കുകൾ മതവർദ്ധന കാലഘട്ടത്തും അവർക്ക് എന്നും ശക്തിയായിരുന്നു, ശാന്തിയായിരുന്നു, പ്രത്യാശയായിരുന്നു. ഇന്നത്തെ വെല്ലുവിളികളെ നാം ഭയപ്പെടേണ്ട. ഞാൻ ലോകത്തെ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ അനുയായികളാണ് നാം. ആ യേശു ക്രിസ്തുവിൻ്റെ വിജയത്തിൻ്റെ പാത അത് ത്യാഗത്തിൻ്റേതാണ്, കുരിശിൻ്റേതാണ്. മത്തായി 16:24 യേശു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ അനുദിന ജീവിതത്തിലെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. നമുക്ക് യേശുവിൻ്റെ പിന്നാലെ പോകാം. പക്ഷെ ഭയപ്പെടേണ്ട, നമുക്ക് സമാധാനമുണ്ട്, പ്രത്യാശയുണ്ട്. കുരിശിൻ്റെ അപ്പുറത്ത് ഉത്ഥാനമുണ്ട്. നമുക്ക് പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള വാഗ്ദാനമുണ്ട്. അതുകൊണ്ട് ഈ ഈസ്റ്റർ വേളയിൽ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെന്ന് കരുതി പരിഭവിക്കേണ്ട. നമുക്ക് യേശുവിനോട് ചേർന്ന് നിൽക്കാം, അവിടുത്തെ കുരിശിനെ മുറുകെ പിടിക്കാം. ഉത്ഥാനത്തിൻ്റെ പ്രതീക്ഷ, പ്രത്യാശ, അതാണ് യഥാർത്ഥ ശാന്തി. ത്യാഗമില്ലാതെ സ്നേഹമില്ല എന്ന് പറഞ്ഞ ആ ദൗത്യത്തിലൂടെ യേശു നമ്മെ നടത്തുന്ന ആ പാത നമുക്ക് മുന്നോട്ട് പോകാം. ശാന്തി പാതയാണത്, വിശ്വാസപാതയാണത്, പ്രത്യാശയുടെ പാതയാണത്. നമുക്ക് ആ യേശു നൽകിയ വിശ്വാസത്തിൻ്റെ, ശാന്തിയുടെ, പ്രത്യാശയുടെ പാത അതിലൂടെ നടക്കാം. യേശുവിൻ്റെ കുരിശിനെ മുറുകെ പിടിക്കാം. മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ഈശോയോട് ചേർന്ന് നമുക്ക് വിജയം വരിക്കാം. ഈ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം. താവ് വിഷൻ നടത്തുന്ന കപ്പൂച്ചിൻ സന്യാസ വൈദികരോട് ചേർന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഈസ്റ്ററിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെ, ഉത്തിതനായ ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.